ഓ എക്സാം എടുക്കുന്നതിന്റെ വല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? ആ അതെ. നല്ല ആളാ. അച്ഛനെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുവാണോ? അങ്ങനെയൊന്നുമില്ല, മോള് പൊക്കോ. അമ്മ അമ്മ ശരിക്കും എന്റെ റോൾ മോഡൽ. അമ്മയുടെ ലൈഫ് സംഭവിച്ചൊക്കെ നാളെ എനിക്ക് സംഭവിക്കാന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നാൽ അതിനെ എങ്ങനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഞാൻ അമ്മയെ കണ്ടാ പഠിക്കുന്നത്. മാളു, മോക്ക് അമ്മയോട് അച്ഛനോടൊക്കെ ദേഷ്യമാണോ? ഇല്ല അമ്മ, എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല. അമ്മ ഫൈറ്റാ ചെയ്യുന്നത്, അതും എനിക്കൊരു ഇൻസ്പിറേഷനാ. പിന്നെ അച്ഛൻ ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി. പക്ഷെ അച്ഛനല്ലേ, ഹി വാസ് ഓൾവേസ് as good as a father. അതുകൊണ്ട് എനിക്ക് അച്ഛനോട് ദേഷ്യമില്ല. മോക്കറിയോ, ഇവിടെ വന്ന കാലം മുതൽ നിന്റെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാ. എന്തുണ്ടേലും എന്നെ വിളിക്കുള്ളൂ. ഒരു കാര്യം തന്നെ ചെയ്യാൻ അറിയില്ല. ജോലിക്ക് പോകുന്നു വരുന്നു എന്നല്ലാതെ സ്വന്തം കാര്യം ഒന്നും ചെയ്യാൻ അറിയില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടുമില്ല. എന്തുണ്ടേലും ഞാൻ ചെയ്തു കൊടുക്കണം. ഇപ്പൊ ഒക്കെ താളം തെറ്റിയിരിക്കുകയായിരിക്കും. അച്ഛൻ്റെ കാര്യമൊക്കെ മോള് നോക്കണം. നോക്കാമ്മ, ഇത്രയും സ്നേഹം അച്ഛൻ്റെ അടുത്തുണ്ടെങ്കിൽ അമ്മ കോംപ്രമൈസ് ചെയ്തൂടെ അമ്മ? എൻ്റെ 19ാമത്തെ വയസ്സിലാ നിന്റെ അച്ഛൻ്റെ മുഖം എൻ്റെ മനസ്സിൽ കയറി കൂടിയത്. ഇനി ഞാൻ ഇല്ലാതാവുന്നവരെ അതങ്ങനെ തന്നെ ആയിരിക്കും. ദേഷ്യവും വാശിയൊക്കെ സ്വന്തം തോന്നുന്നവരോട് മാത്രമേ ഉണ്ടാവുള്ളൂ മോളെ. മോള് ചെല്ല്. നീ സെപ്പറേറ്റ് പാചകമൊക്കെ തുടങ്ങിയാ? ഒരു വീട്ടില് 2 സ്ഥലത്ത് പാചകം ചെയ്യുന്നത് കുടുംബത്തിനൊരു ഐശ്വര്യക്കേടാണ് കേട്ടാ. ഇതെന്താ അമ്മ, എന്തിനാ ഇവിടെ കുക്ക് ചെയ്യുന്നേ? വാശി അല്ലാതെ എന്താണ്? എന്തായാലും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ നിനക്കും ഇത്തിരി വെച്ചാ പോരെ? ഞാനെല്ലാം അമ്മയോട് പറഞ്ഞല്ലേ, പിന്നെന്താ അമ്മേ? മാളു, മോളിതാകത്തോണ്ട് വയ്ക്കും. നിന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനോട് എനിക്ക് എന്തോ എതിരഭിപ്രായമാണ്. എനിക്കുണ്ടമ്മ അഭിപ്രായം. ഇനി നിനക്കെന്താണ് പ്രശ്നം? ഇവിടെ പല പ്രശ്നങ്ങളും കാണും. പക്ഷെ ഒരു വീട്ടിൽ 2 പാചകം 2 അടുക്കള എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. എനിക്കത് വലിയ മോശമായിട്ട് തോന്നിയില്ലെങ്കിലോ? ഏട്ടത്തിക്ക് തോന്നൂല. ഇത് കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് നല്ല മോശം തന്നെയാണ്. ഈ കാര്യത്തിൽ 5 പറഞ്ഞതിലും ന്യായമുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇതൊക്കെ ഭയങ്കര ഓവറാണ് കേട്ടാ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അത് ഞങ്ങൾ എന്തിനാ സഫർ ചെയ്യുന്നേ? അതിന് നിന്നോട് സഫർ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? നീ നിന്റെ കാര്യം നോക്കി പോവച്ചേ. ഞാൻ ഒരു കാര്യം നോക്കി പോണില്ല. ഏട്ടത്തെ പോലെ തന്നെ ഈ വീട്ടിൽ എനിക്കും അവകാശമുണ്ട്. രണ്ടും നിർത്തോ? നിങ്ങൾ രണ്ടും കൂടെ എന്തിനുള്ള പുറപ്പാടാണിത്? എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും. പണ്ട് ഞാൻ മിണ്ടാതിരുന്നെന്റെയാ എന്റെ തലേ കയറിയിരിക്കുന്നത്. എന്നാ നീ മിണ്ടടി, മിണ്ട്. ഞാൻ നിങ്ങളുടെ അടിമയൊന്നല്ല മിണ്ടാതിരിക്കാൻ. നീ ആരാ നാടി നിന്റെ വിചാരം? നിങ്ങൾ രണ്ടുപേരും നിർത്തുന്നുണ്ടോ? അമ്മ ഇങ്ങോട്ട് മാറമ്മ. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഇന്ന് രണ്ടും കൂടെ തല്ലിച്ചാവ്. രണ്ടാളെ ഭാഷ എടുക്കട്ടെ. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും പറയും. അത്രേ ഉള്ളൂ. നിനക്കെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ? അവിടെ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ